പറയുന്നത് വളരെയേറെ പഴക്കമുള്ളതും എന്നാൽ വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇവിടുന്ന് കുറച്ചുകൂടി പൊക്കത്ത് എടുക്കാൻ പറ്റുമോ? അതെ അവര് പോന്നു. പൊക്കോ അങ്ങോട്ട് നടന്നോ, ഞാൻ വന്നാ പോരെ. ഫുള്ള് പച്ചടിക്കുന്നതിനേക്കാളും ചിലത് മുഴുവൻ പച്ചടിച്ച് വൈറ്റ് ബോർഡർ മാത്രം കൊടുക്കുള്ളൂ. പക്ഷെ അതിനേക്കാളും ഭംഗി വൈറ്റ് ചെയ്തിട്ട് പോയ പച്ച ബോർഡർ കൊടുക്കും. ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ഇവിടെ നോക്കി ആ തെങ്ങിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് പോയി. ഇവിടെയാണ് അത്രയും സൂപ്പർ. ചിലത് അങ്ങോട്ട് പോകും, ചിലത് നേരെ വരും അല്ലേ? ഇവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തിരമാല വരും അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് തിരമാല വരുന്നുണ്ടല്ലേ? ആ ഇവിടെ ഒരു കൃത്യതയായിട്ടല്ല സംഭവം, പല സൈഡിൽ നിന്ന് ആ മിക്സിങ്ങിൻ്റെ ഇതായിരിക്കും അല്ലേ?
കിട്ടാറുണ്ടല്ലേ? ഇവിടെ വലിയ മീനെ കൂടുതൽ വരുമോ അടുത്ത്? വന്ന് കയറി കണ്ടോ? അത് 3 കഴിഞ്ഞിട്ട് 4ലേക്ക് ലാസ്റ്റ് ഇതാണ് വരുന്നത്. 4 കംപ്ലീറ്റ് ചെയ്താൽ അത് എടുക്കാം. ദൂരത്തെ യാത്രയിൽ വിശ്വസിച്ച് കൊണ്ടുവരാൻ എന്നാലും ചെറു കേൾക്കാത്ത പോലെ ഏതിലാണോ എൻഡ് ചെയ്യുന്നത് അതവിടെ നിന്ന് പിന്നെ മൊത്തം വാരിയെടുത്ത് പിന്നെ അതങ്ങനെ കൊണ്ടുപോകും. തീർന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ തീർന്നുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റും. അശ്വിനാണ് നമ്മുടെ ഈ കളി നമ്മളെ കാണിച്ചു തന്നത്. ദ്വീപിൻ്റെ വൈകുന്നേരമുള്ള കാഴ്ചയാണ്. ഞങ്ങൾ ദ്വീപിൽ 2011 അവിടെ പോയത്. അവിടെ നമുക്ക് ഹസീന ടീച്ചർ, അസേരി ടീച്ചർ, ആബിദ ടീച്ചർ, അതുപോലെ സിദ്ദീഖ് അലി, സലീം മണിക്ഫാൻ, പിന്നെ ടീച്ചറിൻ്റെ അതായത് ഹസീന ടീച്ചറിൻ്റെ ഉമ്മായും ബാപ്പയും അവരൊക്കെ നേരത്തെ ഞങ്ങൾ പരിചയമുണ്ടായിരുന്നതാണ്. പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. അവരൊക്കെ ആയിട്ടുള്ള പരിചയം കൊണ്ടാണ് അവിടെ താമസിക്കാനുമൊക്കെ ഇടയാക്കിയത്. പിന്നെ അവരുടെ കുട്ടികളുമൊക്കെ ഞങ്ങൾക്ക് സഹായം ചെയ്തു. ഇത് പവിഴപ്പുറ്റാണ്. വീടുകളിൽ ചെറിയ പവിഴപ്പുറ്റുകൾ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്നാലും വെറുതെ അത് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം അവരവിടെ സൂക്ഷിച്ചാണ്. ടീച്ചറുണ്ട്, ടീച്ചറിൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം അവിടെ ഉണ്ട്. അതിനകത്ത് ഹസീന ടീച്ചറുണ്ട്, അഷ്ഫാഖുണ്ട്, ആബിദ ടീച്ചറുണ്ട്, സിദ്ദീഖ് അലിയുണ്ട്. വൈകുന്നേരങ്ങളിൽ ദ്വീപിൻ്റെ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ലൈറ്റുമൊക്കെ കണക്കിയിട്ടുള്ള ചായക്കടകളുമൊക്കെ കടകളൊക്കെ ഉണ്ട്. അവിടെ പോയിരുന്ന് ആഹാരം കഴിക്കാം. അതുപോലെ തന്നെ ദ്വീപക്കാഴ്ചകളൊക്കെ ഒരുക്കിയിരുന്ന വളരെ മനോഹരമാണ് ദ്വീപിലെ ഈ രാത്രികൾ. മീൻ കൊണ്ടുള്ള ധാരാളം വിഭവങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ സിദ്ദീഖ് അലിയുടെ മകളുണ്ട്, അതുപോലെ തന്നെ മകനെ കാണില്ല, അൻവറുണ്ട്, ഞാൻ, നമ്മുടെ ടീച്ചറുണ്ട്, ഹസീന ടീച്ചറാണ് അവിടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ധാരാളം ആതിഥ്യ മര്യാദകളുള്ളവരാണ് ഇവരൊക്കെ തന്നെ. ഇവരുടെ ഒരു പ്രത്യേക സമ്മർദ്ദം കൊണ്ടാണ് നമുക്ക് പോകാൻ കഴിഞ്ഞത്. ധാരാളം ബുദ്ധിമുട്ടി ആണ് അവരിതിനുള്ള പാസുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ചെയ്തു തരുന്ന ഈ സംഘത്തിന് വേണ്ടി ചെയ്യുന്ന അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ അവിടെ 5 ദിവസം അവിടെ ചിലവഴിച്ചു. ഇത് മണിക്ഫാൻ, സലീം മണിക്ഫാൻ, അത് അദ്ദേഹം പിന്നെ മണിക്ഫാൻ മിനിക്കോയ് ദ്വീപിലെ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് വൈകുന്നേരങ്ങളിലെ കാഴ്ചകളാണ്. തെങ്ങൻ എവിടെ നോക്കിയാലും തെങ്ങും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഏറെ മനോഹരമാണ് ഈ കടൽ തീരം. വൈകുന്നേരങ്ങളിൽ
ഇവിടെ ആളുകൾ ഒത്തുകൂടി ചായ കഴിക്കാനും മറ്റുമൊക്കെ. അഷ്ഫിയ സിദ്ദീഖലിയുടെ മകളാണ് അഷ്ഫിയ, നമ്മുടെ ടീച്ചറിൻ്റെ മകളാണ്. കടൽ, എന്നും കാണുന്ന കടൽ ശാന്തമാണ്, സുന്ദരമാണ്. അതുപോലെ തന്നെ രൗദ്രഭാവം അത് കാണിക്കാറുണ്ട്. മഴക്കാലങ്ങളിൽ ഇവിടേക്ക് കപ്പലുകൾ എത്താറില്ല. ആളുകൾക്ക് വളരെ വിഷമമാണ്. വൻകരയുമായിട്ടുള്ള ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞാൽ കേരളവുമായിട്ടുള്ള ബന്ധങ്ങൾ തീരെ കുറവാണ്. കാലങ്ങളിൽ അവർ മംഗലാപുരത്തേക്കാണ് പോവുക. കപ്പലുകൾ വളരെ കുറവാണ്. ടിപ്പു സുൽത്താനോ അല്ല ഇന്ത്യ അക്ബറോ ഒന്നും ഇങ്ങോട്ട് പോകാറില്ല. ഇത് യുദ്ധജലം സംഭരിക്കുന്ന ഒരു ഇതാണ്. കടലിൽ നിന്ന് വെള്ളം സംഭരിച്ചത് ശുദ്ധി ചെയ്ത് കുടിക്കാനുള്ള വെള്ളമായിട്ട് കൊടുക്കുന്നു. രാജീവ് ഗാന്ധി പദ്ധതിയാണ് ഇത്. സിദ്ദീഖലിയും ഞാനും അവരുടെ കുട്ടികൾ അവിടെ കടലിൽ ലഗൂണിൽ കുളിക്കാൻ ഇറങ്ങുന്നു. അവർക്ക് കടൽ കളിപ്പാട്ടം പോലെയേ ഉള്ളൂ. നമുക്ക് കടൽ ഭയമാണെങ്കിലും ആ കുട്ടികൾക്ക് അവിടെ തിരകളോട് മണ്ണടിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയും. നല്ല നീന്തൽക്കാരാണ്. ദ്വീപിൽ മുങ്ങിമരണങ്ങൾ തീരെ ഇല്ലെന്നാണ് പറയുന്നത്. വളരെ കെട്ടുകഴിവുമില്ല. കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കടലുമായിട്ട് ഒത്തുചേർന്ന് അവരവിടെ പ്രവർത്തിക്കുന്നു. അവർക്ക് ഈ വേലിയേറ്റവും വേലിയിറക്കവും അതുപോലെ കടലിൻ്റെ സ്വഭാവങ്ങൾ അവർ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. ആ അപകടമില്ലാതെ അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. കടൽ അവർക്കെല്ലാമാണ്. കടലമ്മ എല്ലാം കൊടുക്കുന്നു, അതുപോലെ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇതാണെങ്കിലും വേണ്ടില്ല, വിശ്വാസികളാണ് ഇവരൊക്കെ തന്നെ. വളരെ ശാന്ത സ്വഭാവക്കാരൻ, സത്യസന്ധരും. കേരളത്തിൽ നിന്നാണ് കേരളവുമായിട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇടപാടുകളുള്ളത്. കൊച്ചിയിൽ വരികയും സാധനങ്ങൾ വാങ്ങി തിരികെ പോവുകയും ചെയ്യുന്നു. ഇത് കപ്പലിലെ ദൃശ്യമാണ്. കപ്പലിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് നമ്മുടെ റൂമിൻ്റെ തൊട്ട് വെളിയിലുള്ള സ്ഥലത്ത് നിന്ന് കടലിൽ കൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. രാത്രി നമസ്കരിക്കാനുള്ള സൗകര്യം, ബർത്തുകളുണ്ട്. 3 ബർത്താണ് ഒരു റൂമിലുണ്ടായിരുന്നത്. 3 പേർക്ക് അവിടെ താമസിക്കാൻ പറ്റുമായിരുന്നു. നല്ല സൗകര്യമുണ്ട്. ശാന്തമായ കടലാണെങ്കിൽ കടൽച്ചൊരുക്കില്ലാതെ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. പ്രക്ഷുബ്ധമായ കടലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഛർദിയും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാകും. ഒരിക്കലെങ്കിലും